ഏവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ കുട്ടികൾക്ക് പറയാൻ പറ്റിയ ഒരു പ്രസംഗമാണ്. മനുഷ്യരെന്ന നിലയിൽ ഈ ഭൂമിയിൽ സാധ്യമായ എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിൽ നാം നിലനിൽക്കുന്ന പരിസ്ഥിതി വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. കൂടാതെ എല്ലാം സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. വർഷങ്ങളായി ആളുകളെ പരിസ്ഥിതി ബോധമുള്ളവരാക്കാൻ ലോകമെമ്പാടും നിരവധി പ്രസ്ഥാനങ്ങളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടന്നിട്ടുണ്ട്. 1970 ആരംഭിച്ച ചിപ്കോ പ്രസ്ഥാനം ഗ്രാമീണർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, വിവിധ കാരണങ്ങളാൽ മരങ്ങൾ മുറിക്കുന്നതിൽ നിന്നും വനങ്ങൾ നശിപ്പിക്കുന്നതിൽ നിന്നും സർക്കാരിനെ തടയുന്നതിനു വേണ്ടിയാണ്. 1950 അന്നത്തെ കേന്ദ്ര കൃഷി ഭക്ഷ്യ മന്ത്രിയായിരുന്ന KM മുൻഷിയുടെ നേതൃത്വത്തിൽ ജൂലൈ മാസത്തിൽ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വാർഷിക വൃക്ഷത്തൈ നടീൽ ഉത്സവമാണ് വാൻ മഹോത്സവ്. സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്, ജംഗിൾ ബച്ചാവോ ആന്തോളൻ, തേരി ഡാം മൂവ്മെന്റ് തുടങ്ങി നിരവധി പേരുമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ഇതേ പാത പിന്തുടരുന്നു. ഈ ഗ്രഹത്തിലെ നിവാസികൾ എന്ന നിലയിൽ നാം എല്ലാവരും നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുകയും സാധ്യമായ എല്ലാ വഴികളിലും അതിനെ സംരക്ഷിക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നാം വസിക്കുന്ന ഭൂമി നമുക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളിലും നാം വളരെയധികം ബഹുമാനവും കരുതലും കടപ്പെട്ടിരിക്കുന്നുവെന്ന് നാം അറിഞ്ഞിരിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുക. അതിനാൽ നമുക്ക് സാധ്യമായ എല്ലാ ചെറിയ വ്യത്യാസങ്ങളും ഒരുമിച്ച് കൈകോർത്ത് പിടിക്കാൻ ഇവിടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ ലോകത്തെ നമുക്ക് മാത്രമല്ല, വരും തലമുറകൾക്കും ഒരു അത്ഭുതകരമായ സ്ഥലമാക്കി മാറ്റാം. ഒരു ഭൂമി മാത്രം എന്നതിലേക്ക് കൂടുതൽ പ്രകൃതിക്ക് സമയം നൽകുന്നു. നന്ദി, നമസ്കാരം.